ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കനത്ത പരാജയമാണ് ഇത്തവണ LDFന് കിട്ടിയത്. ചിരിക്കുന്ന മുഖങ്ങൾ അപൂർവമാണ് CPMൽ. എല്ലാവർക്കും കനത്ത മുഖഭാവം, പകയോടെയുള്ള സംസാരം, ശരീരഭാഷയിൽ പോലും ഭീഷണിയും വിരട്ടലും അഹങ്കാരവുമൊക്കെ ഒന്നിനൊന്ന് മുഴച്ചു നിന്നു. എന്നാൽ അക്കൂട്ടത്തിൽ വ്യത്യസ്തനായൊരു മുഖമുണ്ടായിരുന്നു. അതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റേത്. കോടിയേരിയുടെ മരണശേഷം എല്ലാവരും പിണറായി വിജയൻ്റെ പിന്നാലെയായിരുന്നു. കോടിയേരിയുടെ സൗമ്യതയേക്കാളേറെ സഖാക്കളിൽ ഏറെ പേരും ഇഷ്ടപ്പെട്ടത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവുമായിരുന്നു. അന്ത്യയാത്രയിൽ കോടിയേരിയോട് ചെയ്ത നെറികേടിനെ ചോദ്യം ചെയ്യാൻ പോലും ആരുമുണ്ടായിരുന്നില്ല പാർട്ടിയിൽ. ഇനി ഒരിക്കലും പാർട്ടി തിരിച്ചു വരില്ല എന്ന ബോധ്യത്തിൽ നിൽക്കുമ്പോൾ പലരും കോടിയേരിയെ ഓർക്കുന്നുണ്ടാകും. കാരണം കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി ഇത്തരത്തിൽ തകർന്നടിയുമായിരുന്നില്ല. 2006 CPMൽ വിഭാഗീയത കൊടികുത്തി വാണിരുന്ന കാലത്ത് മധ്യസ്ഥന്റെ വേഷമായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരിക്ക്. പാർട്ടി VS പിണറായി ഗ്രൂപ്പിസത്തിലേക്ക് വഴിമാറിയ കാലത്ത് കോടിയേരി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹം പിന്നെ പാർട്ടി സെക്രട്ടറിയായി. 16 വർഷം ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ പിണറായി വിജയൻ വിരാജിച്ച പാർട്ടി സെക്രട്ടറി സ്ഥാനം അങ്ങനെ കോടിയേരിയുടെ കയ്യിലെത്തി. പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങൾ കണ്ണൂരിലെ നേതാക്കളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു എന്നൊരു വിമർശനം അന്നുയർന്നിരുന്നു. പക്ഷേ കോടിയേരിക്ക് പകരം വയ്ക്കാൻ മറ്റൊരു പേര് പാർട്ടിക്കുണ്ടായിരുന്നില്ല. അന്നെങ്ങാനും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നെങ്കിൽ CPM ഇതിനു മുമ്പേ തകർന്നടിയുമായിരുന്നു. അങ്ങനെ കോടിയേരി സമ്പൂർണ്ണ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിണറായി വിജയൻ 2ാം വട്ടവും മുഖ്യമന്ത്രിയാകുമ്പോൾ 3ാം വട്ടം പാർട്ടി സെക്രട്ടറിയായി കോടിയേരി ആ സ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷേ ഏറെ നാൾ അങ്ങനെ പോയില്ല. അനാരോഗ്യം അദ്ദേഹത്തെ കീഴടക്കി. അതോടെ കോടിയേരി വിശ്രമ ജീവിതത്തിലേക്ക് പോയി. അധ്യാപകനായ കോടിയേരി മൊട്ടമ്മൽ കുഞ്ഞുണ്ണിക്കുറുപ്പിൻ്റെയും നാരായണിയമ്മയുടെയും ഇളയ മകനായി 1953 കോടിയേരി ബാലകൃഷ്ണൻ്റെ ജനനം. ബാലകൃഷ്ണന് 6 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. പിന്നീട് 4 സഹോദരിമാർക്കൊപ്പം അമ്മയുടെ തണലിലായി അദ്ദേഹത്തിൻ്റെ ജീവിതം. വീടിനടുത്തുള്ള കോടിയേരി യൂണിയൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞത്. കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതാവായി മാറിയ കോടിയേരി പിന്നീട് മാഹി മഹാത്മാഗാന്ധി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജിലെ ആദ്യത്തെ യൂണിയൻ ചെയർമാനുമായി. മാഹി MG കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമായി പഠനം പൂർത്തിയാക്കി. അപ്പോഴേക്കും അദ്ദേഹം CPMൻ്റെ സജീവ പ്രവർത്തകനായി മാറിയിരുന്നു. 16ാം വയസ്സിൽ അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കിട്ടി. 18ാം വയസ്സിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി. ഇതിനിടയിൽ SFIയുടെയും DYFIയുടെയും വിവിധ നേതൃതലങ്ങളിൽ പ്രവർത്തിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് 16 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷയനുഭവിച്ചു. അന്ന് അദ്ദേഹത്തോടൊപ്പം പിണറായി വിജയനും MP വീരേന്ദ്രകുമാറും അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു ജയിലിൽ. പോലീസ് മർദ്ദനത്തിൽ അവശനായ പിണറായി വിജയനെ സഹായിക്കാനായി ചുമതലപ്പെടുത്തിയത് അക്കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ബാലകൃഷ്ണനെയായിരുന്നു. അന്ന് പാർട്ടിയുടെ തലശ്ശേരിയിലെ യുവനേതാക്കളിൽ പ്രധാനികളായിരുന്നു പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. ജയിലിലെ ജീവിതം രണ്ടുപേരെയും കൂടുതൽ അടുപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിയായി എത്തിയത് T ഗോവിന്ദനായിരുന്നു. അധികം താമസിയാതെ തന്നെ ആ സ്ഥാനത്തേക്ക് കോടിയേരി എത്തപ്പെട്ടു. 1982-ലും 87-ലും 2001-ലും 2006-ലും 2011-ലും തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച കോടിയേരി 2001-ൽ പ്രതിപക്ഷ ഉപനേതാവായി. 2006-ൽ VS മന്ത്രിസഭയിലെ ആഭ്യന്തര ടൂറിസം മന്ത്രിയായി. 2008-ൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കോടിയേരിക്ക് പ്രായം 54. 2015-ൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി. അപ്പോഴേക്കും VS പിണറായി പോരിൻ്റെ കനൽ കെട്ടുതുടങ്ങിയിരുന്നു. പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ കോടിയേരി പാർട്ടി സെക്രട്ടറിയായി. 2021 മുതൽ 2022 വരെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിരുന്നു. 2018-ൽ വീണ്ടും പാർട്ടി സെക്രട്ടറി പദത്തിലെത്തി. എന്നാൽ 2019 ആയപ്പോഴേക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ കോടിയേരിയെ അലട്ടിത്തുടങ്ങി. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിത്തുടങ്ങിയ സമയത്തായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ സമയം തന്നെ മൂത്ത മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ബീഹാർ സ്വദേശിനിയായ ബാർ ഡാൻസുകാരി പീഡന പരാതിയും കൊടുത്തു. ഇതെല്ലാം കോടിയേരിയെ മാനസികമായി തകർത്തു. 2020 നവംബർ 13-ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് അദ്ദേഹം സ്വമേധയാ അവധിയെടുത്തു. കോടിയേരിയുടെ ഒഴിവിൽ A വിജയരാഘവൻ ആക്ടിംഗ് സെക്രട്ടറിയായി. എന്നാൽ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളുടെ ചുമതല കോടിയേരിക്കു തന്നെയായിരുന്നു. എതിരാളികൾക്ക് പോലും സ്വീകാര്യമായിട്ടുള്ള നയതന്ത്രം.
അതായിരുന്നു പാർട്ടിയിലും കേരള രാഷ്ട്രീയത്തിലും കോടിയേരിക്ക് വലിയ സ്വീകാര്യത നൽകിയത്. ഇതിനിടയിൽ ചികിത്സ കഴിഞ്ഞെത്തിയ കോടിയേരി വീണ്ടും സജീവമായി പാർട്ടി സെക്രട്ടറിയായി തന്നെ തിരിച്ചെത്തി. എന്നാൽ അനാരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹം സ്വയം അവധിയെടുത്തു. പ്രമേഹം മാത്രമായിരുന്നു കോടിയേരിയെ അലട്ടിയിരുന്നത്. എന്നാൽ 2019 ഒക്ടോബറിൽ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് അർബുദം സ്ഥിരീകരിച്ചു. അർബുദങ്ങളിൽ ഏറ്റവും അപകടകാരിയായ പാൻക്രിയാറ്റിക് ക്യാൻസറായിരുന്നു കോടിയേരിക്ക്. രോഗം സ്ഥിരീകരിച്ചതോടെ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ചികിത്സ ആരംഭിച്ചു. ചികിത്സ നടക്കുമ്പോഴും കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നതുവരെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. രോഗം സ്ഥിരീകരിച്ചതിനു ശേഷവും അത് മറച്ചുവെക്കാതെ കോടിയേരി ഒരു പതർച്ചയുമില്ലാതെ തൻ്റെ രോഗത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചു. 2022 ഒക്ടോബർ 1 ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് രാത്രി 8 മണിക്ക് അദ്ദേഹം മരണത്തിനു കീഴടങ്ങി. പിറ്റേന്ന് എയർ ആംബുലൻസിൽ കോടിയേരിയുടെ ഭൗതിക ശരീരം കണ്ണൂരിലെത്തിച്ചു. അതിനുശേഷം തലശ്ശേരി ടൗൺ ഹാളിൽ മണിക്കൂറുകളോളം നീണ്ട പൊതുദർശനം. പിന്നീട് വീട്ടിൽ നിന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ പൊതുദർശനം. അതിനുശേഷം പയ്യാമ്പലത്ത് സംസ്കാരം. തൻ്റെ ഭൗതിക ശരീരം പതിറ്റാണ്ടുകളോളം തൻ്റെ കർമ്മമണ്ഡലമായ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിനു വയ്ക്കണമെന്ന കോടിയേരിയുടെ അന്ത്യാഭിലാഷം പോലും നിരാകരിക്കപ്പെട്ടു. കേരളത്തിലെ സഖാക്കളുടെ മനസ്സിൽ കോടിയേരി എന്ന സഖാവിൻ്റെ സ്ഥാനത്തിന് ഇന്നും മങ്ങലേറ്റിട്ടില്ല. കോടിയേരിയുടെ വിടവ് ഒരിക്കലും നികത്താനാവാത്തതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തങ്ങളുടെ പാർട്ടി ചെയ്ത നന്ദികേടിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ CPMന്റെ കനത്ത തോൽവി.